സർവശക്തനായ കർത്താവ് നമുക്കൊരു അവസരം ഈ ഭൂമിയിൽ വെച്ച് ഒരുക്കി തന്നു. ആയുസമാനവും ബലവും ദൈവം നൽകി തന്നു. സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തോത്രത്തോടെ വസന്നിരിക്കാൻ ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിപ്പാൻ എല്ലാ നിയമങ്ങളും അല്പസമയം സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഭൂമിയിൽ അനേക ജീവിതങ്ങൾ വേദനയിലും കഷ്ടതയിലുമായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ പാദത്തിലേക്ക് കടന്നു വരുവാൻ ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ എല്ലാ സ്തുതികളും ബഹുമാനവും പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നദിയോടെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ഒരു സമർപ്പണത്തിന്റെ കാരണം ചേർക്കപ്പെട്ടായ ശരി ശതമായി പാടാം. കുശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ ത്യാഗത്തെ. പകരമെന്ത് ഞാൻ നൽകും, ഞാൻ ഈ ഹൃദയം പൂർണ്ണമായി നൽകുന്ന നാഥനാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന നമ്മുടെ രക്ഷകനായ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ആ ക്രൂശിലെ സ്നേഹത്തെ ത്യാഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ത്യാഗമായി തീർന്ന് തകർക്കപ്പെട്ട ആ ദൈവപുത്രനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനെ നന്ദിയുള്ള ഹൃദയത്തോടെ വിശുദ്ധ ദിവസരാവിലെ കർത്താവിന്റെ പാദത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണിൽ ഉയർത്തി നാഥന്റെ മുഖത്തേക്ക് നോക്കി സമർപ്പണത്തോടെ പാടാം. ദൈവത്തിന്റെ പകലമേ ശക്തീകരിക്കുന്ന നമ്മുടെ വേദനകൾ മാറുവാൻ, നമ്മുടെ ഭാരങ്ങൾ മാറുവാൻ നമ്മെ സഹായിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, ആ ദൈവത്തിന്റെ പ്രസക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നിന്ന് പകലിവിടെയുണ്ട്.
ഇന്ന് വിശുദ്ധ പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ഒരു അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നതിന് ആവശ്യം ആയുസ്സും ആരോഗ്യവും ബലവും എല്ലാം നൽകി തന്നതിന് ആവശ്യം. കഴിഞ്ഞ ആഴ്ചകളിൽ എത്രയോ പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവം ഞങ്ങളെ സുരക്ഷിതമായി പരിപാലിച്ചതിന് ആവശ്യം. സഭയാവുന്ന കുടുംബങ്ങളെ വിദേശത്തും സ്വദേശത്തുള്ളവരെല്ലാം ദൈവം സൂക്ഷിച്ച് നടത്തിയ വഴികൾക്ക് ആവശ്യം. അങ്ങനെ തിരുവല്ല ഞങ്ങൾക്ക് പ്രകാശമായിരുന്നു. അങ്ങനെ ആത്മാക്കളുടെ പ്രകാരം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ സഭയിലെ പ്രായമുള്ളവരെ, ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ എല്ലാം ദൈവം സൂക്ഷിച്ച് നടത്തിയ വഴികൾക്ക് സ്തോത്രം. ഇന്ന് പകലിൽ കർത്തൃപാദത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ, പോരായ്മകളെ ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുവിന്റെ കരത്തിന്റെ സ്പർശനം എന്ന് പറഞ്ഞ് അനുഭവിപ്പാൻ കർത്താവിന്റെ ശബ്ദം കേട്ട സംതൃപ്തിയോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ. ഈ ആരാധനയ്ക്ക് പരിമിതികളോടുകൊണ്ട് വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രായമുള്ളവർ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിലായിരിക്കുന്നുണ്ട്, അവരെ ഞങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കും. ഇന്ന് പകരം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിലെ ദൈവദാസന്മാരെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ആരാധനപ്പാടുകളെ സഹായിക്കണമേ. നല്ല സങ്കീർത്തനങ്ങളെ, പ്രബോധനങ്ങളെ നൽകണമേ. നല്ല സാക്ഷികളെ ഏൽപ്പിക്കണമേ. നല്ല വചനങ്ങളെ നൽകണമേ. അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കണമേ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. ഏകാഗ്രതയോടെ ദൈവസ്ഥാനത്തെ ബോധ്യത്തോടെ ദൈവഭയത്തോടെ കർത്തൃമാരുടെ തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടോ, ക്ഷീണിതരായിട്ടോ, മാനസിക ഭാരമുള്ളവരായിട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകരം പോയി സൗഖ്യം കൊടുക്കണമേ. ദേശത്തിന്റെ അധിപതികളുടെ ശക്തികളെ കർത്താവാക്കണമേ. ഇന്ന് പകരം ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ വേണ്ടിയാക്കണമേ. സ്വർഗീയ മഹത്വം ഇന്ന് പകരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.
നിങ്ങളെ അറിയിച്ചാനാണ് ഈ ക്ലാസ് മുമ്പോട്ട് വന്ന് നാം സാധാരണ വായിക്കുന്ന സങ്കീർത്തനത്തിൻ്റെ വിവിധമായ സങ്കീർത്തനം വായിക്കും. ആ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം എല്ലാ ദൈവങ്ങൾക്കും ദിവസം. പതിനാലാം സങ്കീർത്തനം നമുക്ക് വാക്യവാക്യമായിട്ട് വായിക്കാം. അവസാനത്തെ 6-7 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാൻ വായിക്കും. ദൈവമില്ല എന്ന് മൂഢന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വർഷന്മാരായി പ്രയത്നം പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ഉളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നമുക്കിന്ന് കാലം ഒരുമിച്ച് കാലം ബോധപ്പെടുത്താം. കഴിഞ്ഞ രക്ഷപ്പെട്ട കാലം മുഴുവനും മാത്രമല്ല, ഈ ഒരു വലിയ പ്രസിദ്ധ മധ്യത്തിൽ നമ്മളായിരുന്നപ്പോൾ നമ്മളെ ഭരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നുവന്ന് കർത്താവിനെ ബോധപ്പെടുത്തുവാനും കർത്താവിന്റെ ആവശ്യങ്ങൾക്കായി നമുക്ക് അല്പസമയം ഫലപ്രേരണ കൂടാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങളെ ഓർത്ത് അല്പസമയം തൊട്ടനെ സൂചിച്ചാൽ തോന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിദേശിച്ചുകൊണ്ടിരുന്ന അല്പസമയം കൂടെ മനസ്സിൽ നിന്ന് ആരും പ്രേരണ കൊടുത്തല്ല സ്തുതിക്കേണ്ടത്. ആരും പ്രേരണ ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ ഉള്ളുരുകി ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നു ചെയ്യണം.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസം ഇരിക്കാം. കർത്താവിനെ പരിശുദ്ധനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവപാർവത്തിലായിരിക്കാൻ കർത്താവിന്റെ എല്ലാ സാവകാശങ്ങൾക്കാരും കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠമാരായ കർത്താസമാർക്കാരെ കർത്താവിനെ സ്തുതിക്കുന്നു. അവരോടൊപ്പം എളിയനായിരിക്കും ഇങ്ങനെ സംഘത്തിൽ വായിച്ച് പ്രബോധിപ്പിക്കാൻ കർത്താവിന്റെ സാവകാശങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞാനിവിടെ ഞാനിങ്ങനെ ഓർത്തു ഇതൊന്നും യോഗ്യതയില്ലാത്ത എന്നെ കർത്താവ് യോഗ്യനാക്കി തീർത്തുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ ഇടയായി തീർന്നു. സാംഭാഷനായി അബദ്ധം ഭാഷനായി ശമ്പൂട്ടി ഭാഷനായി ഭാഷക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ സൗകര്യ സൗകര്യമാർ കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ദേവന്റെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം. മറ്റുള്ള പല സ്റ്റേറ്റുകളിലും രോഗം കുറഞ്ഞപ്പോൾ കേരളത്തിൽ രോഗം കുറയാതിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ തണുപ്പിൻ്റെ അസ്വസ്ഥ വന്നതുകൊണ്ട് പിന്നെ രോഗം കൂടുന്നു. കേരളത്തിൽ ഒരു വിധത്തിൽ കുറയുന്ന കാണുന്ന ഇപ്പോൾ ലക്ഷങ്ങൾ വന്നു കഴിയുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കുക, നമ്മൾ വളരെ കരുതലോടെ ആയിരിക്കുക. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 14 സങ്കീർത്തനമാണ്. 14 സങ്കീർത്തനം ഞാൻ വായിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്താ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ വായിച്ചപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ലല്ലോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വലിയ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിപ്പിക്കാനായിട്ടിടയായി തീർന്നു. സങ്കീർത്തനം 14 സങ്കീർത്തനം 53 ഒരേ സങ്കീർത്തനം തന്നെ. ഒരു വാക്യത്തിന് കുറവ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ 7 വാക്യമുണ്ട്. 53 അധ്യായത്തിൽ 6 വാക്യമേ ഉള്ളൂ. 53 അധ്യായത്തിൽ ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് പറയുമ്പോൾ 53 സങ്കീർത്തനം ധ്യാനമെന്നാണ് പറഞ്ഞത്. ദാവീദിന്റെ ഒരു ധ്യാനം. അത് മാത്രമല്ല 53 സങ്കീർത്തനം എഴുതുമ്പോൾ മഹലത്ത് എന്ന് പറഞ്ഞ രാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. മഹലത്ത് എന്ന് പറയുന്നത് ക്ഷീണിച്ച് അവശനായ രോഗബാധിതനായ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് മഹലത്തുള്ളത്. അത് തന്നെയല്ല, മഹലത്ത് എന്ന് പറയുന്ന വാക്കിന് ഒരു സംഗീത ഗ്രൂപ്പ്, ഒരു ടീം, ഒരു സംഗീത ടീമിനെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പം അങ്ങനെ കൂടി പാടിയ ഒരു സങ്കീർത്തനം 53. അപ്പോൾ നമ്മുടെ 14 സങ്കീർത്തനത്തെ കുറിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട 12 കാര്യങ്ങൾ പറയുന്നത് ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു. അപ്പൊ ഇവിടെ മൂഢൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ മൂഢൻ എന്ന് പറയുന്നത് ഫൂളെന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഒരു ഫൂളിഷ് ഈ തത്വത്തിൽ തന്നെ ദൈവമില്ലാത്ത മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയുവാനും ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാനും ഇടയായിത്തീരും. നമുക്ക് വളരെ ചിന്തിക്കും. ഇവിടെ ദൈവമില്ല എന്ന് മൂഢന്റെ ഹൃദയത്തിൽ പറയുന്നു. അവരുടെ പ്രവൃത്തിയാണ് പറയുന്നത്. അവർ വഷളന്മാരാണ്, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാണ്, നന്മ ചെയ്യാൻ അറിയുന്നത്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യന് അവർ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന, അവർ വഷളന്മാരാണ്, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാണ്, നന്മ ചെയ്യാൻ അറിയുന്നത്. അല്ലെ, 3ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 3ാമത്തെ വാക്യം ഇതേ വാക്യം നമുക്ക് റോമാലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ കാണാം. കർത്താവ് നോക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ പ്രധാനത്തിനായി തീർന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അപ്പൊ 1-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചാൽ ലോകത്തിൽ ദൈവത്തിന് ഒരു നന്മയും കാണുവാൻ എന്തില്ല, ഇല്ലാത്ത സാഹചര്യം. 2-ാമത്തെ വാക്യം ദൈവം പറയുകയാണ്, ദൈവം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്തോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ മനുഷ്യത്വന്മാരെ നോക്കും. ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്നെ അന്വേഷിക്കുന്ന, തന്നെ പിൻപറ്റുന്ന, തന്റെ കാര്യങ്ങളെ നോക്കുന്ന ഒരു ഭക്തനുണ്ടോ കർത്താവിന്റെ സ്വർഗത്തിൽ നോക്കി. പഴയ നിയമത്തിൽ സ്വർഗത്തിൽ നോക്കിയ കർത്താവ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ മനുഷ്യനായി നമ്മെ പോലെ നമ്മുടെ അടുത്ത് കർത്താവിന്റെ ഇറങ്ങി വന്നു. കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്നറിയാം. എത്ര ഭാഗ്യവരെ ഞാൻ വായിച്ചപ്പോഴേ, ഞാനിത് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ഉദ്ദേശിച്ചു, ദൈവം ഒരു ബുദ്ധിമാന്റെ യാത്ര മേലോട്ടൊക്കെ നമുക്ക് സഹസ്രവാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ബുദ്ധിമാന്മാരെ ആ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് കർത്താവ് എന്താ? ബുദ്ധിമാന്മാരുണ്ട്. അപ്പൊ ഇന്ന് വാഴ്ത്താൻ ബുദ്ധിമാന്മാരായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യത്വന്മാരെ നോക്കുന്നു. അവിടെ നോക്കിയതുകൊണ്ട് കർത്താവ് നിർത്തിയില്ല, അവന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-39 വാക്യം വായിച്ചു. യോഹന്നാൻ 38-39. യേശു കർത്താവ് ഭൂമിയിൽ വന്ന്
ശിഷ്യന്മാരെ ചേർക്കുന്ന സമയത്ത് കർത്താവ് ഒരിക്കലും നടന്നു പോകുമ്പോൾ രണ്ടുപേര് കർത്താവിന് പിന്നാലെ കഴിയും. അപ്പൊ കർത്താവിന് പിന്നാലെ കുറച്ചു പേര് നടന്നു നമുക്ക് ചിന്തിക്കാം. അപ്പൊ നടന്നു വരുന്നവരെ കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കും, നിങ്ങളെന്ത് അന്വേഷിക്കുന്നു? അപ്പൊ ഇന്ന് എന്ത് അന്വേഷിക്കുന്ന കർത്താവ് വെച്ചാൽ കർത്താവിനോട് അവരെ പറയാ, കർത്താവെ നീ എവിടെ വസിക്കുന്നതാ ചോദിക്കും. അപ്പൊ കർത്താവ് പറയാ, വന്ന് കാണിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ കർത്താവിനെ അന്വേഷിക്കാൻ ആഗ്രഹിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ അന്വേഷണമൊക്കെ ഈ ഭൂമിയിലെ അന്വേഷണങ്ങളാണ് കൂടുതൽ. ഈ ഉത്സവത്തിൽ കൊണ്ടുവന്ന ആനയെ കുറിച്ചൊരു കഥയുണ്ട്. അതിൽ ഉത്സവം ജയിക്കണമെന്നോ നന്നായിട്ട് അതിന് ചിന്തയില്ല. അതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ? കാള കൊണ്ടപ്പോ പഴത്തൊലിയോ അതിനെല്ലാം തിന്നാൻ കിട്ടുമെന്ന ചിന്ത. ദൈവം തന്നെ മക്കളെ സ്നേഹിച്ച് ലോകത്തിൽ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കർത്താവിനോടൊപ്പം വായിപ്പാൻ കർത്താവാക്കിയ ദൈവങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കണമെന്ന്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മളെ കുറിച്ചുള്ള സ്നേഹവും നമ്മളെ കുറിച്ചുള്ള വാത്സല്യം കർത്താവ് വെളിപ്പെടുത്തിയ അവിടെ ഇത്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ കാണാൻ കർത്താവ് എന്ത് ചെയ്യാം? അപ്പൊ ഇന്ന് നമ്മുടെ അന്വേഷണം എന്തുവാ? നമ്മൾ എന്നെ കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവരും. ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ ഓർത്തപ്പോൾ ഒരു ഓട്ടക്കളത്തിൽ ഓടാൻ ഇറങ്ങി നിൽക്കുന്ന വ്യക്തിക്ക് നമ്മുടെ കൃഷിയുടെ ഓട്ടമാണ്. അവന് നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, അത് ഓടിയോ. ദൈവവേദനയെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാം? നമുക്ക് ഈ ലോകത്തിൽ വിശ്രമമില്ല. കാലമൊക്കെ എങ്ങനെ മാറിയാലും, കോവിഡ് വന്നാലും, ഇതിനേക്കാൾ വലിയ മഹാമാരി വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. നമ്മുടെ വ്യവസ്ഥയ്ക്ക് ആ മാറ്റം വരുന്നത്. ഞാൻ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും മാധ്യമങ്ങളൊക്കെ വായിച്ച് ഗ്രന്ഥസ്ഥലം നമ്മളെ പാടാൻ പ്രേരണ തരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പാടും. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളെ സ്വന്തമായിട്ട് പാടാൻ പോകും. ആരും പ്രേരിപ്പിച്ചില്ലെങ്കിൽ, ആരും ഒന്ന് പറഞ്ഞാൽ തന്നെത്താൻ സ്തുതിക്കാൻ പറ്റുമോ? കർത്താവ് വിളിപ്പിച്ച വിടുതലെ ഓർത്ത്, കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത്, കർത്താവ് നമ്മുടെ പദ്ധതികളെ മാറ്റിയതുകൊണ്ട് കർത്താവ് എത്ര സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഞാനോർത്ത് അപ്പച്ചൻ ഭാഷയുടെ കസര ഇരിക്കുന്നു. പണ്ടൊക്കെ വീട് കഴിഞ്ഞപ്പോ കുറെ ഒരു സാധനം വെച്ചായിരുന്നത്. ഇപ്പൊ കണ്ട വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയും. കർത്താവ് നമ്മളെ തേടി എവിടെ വന്നത്? നമ്മുടെ വീട്ടിൽ വന്നു. ഈ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെ അന്വേഷിക്കാത്ത ഒരു ട്രാക്ട് മൂലമോ അല്ലെങ്കിൽ ഒരു കർത്താസം എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടപ്പോഴോ നമ്മളെന്ത് ചെയ്തു? കർത്താവിനെ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്. അതിന് മുമ്പേ കർത്താവ് നമ്മളെ അന്വേഷിച്ച് ഇറങ്ങി വന്ന കർത്താവ്. അതിനെങ്കിൽ എന്ത് മാറ്റാൻ നമ്മുടെ അന്വേഷണം എന്തായിരിക്കണം? കർത്താവിലേക്ക് മാത്രമാകും. പക്ഷെ ഹല്ലേലൂയ. അതിനാൽ നമുക്ക് ഒരുപാട് വാക്കുകൾ ഞാൻ വായിക്കും. ഒരുപാട് വാക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് വാക്കുകൾ വായിക്കാൻ സമയമില്ല. 10:6-31 നമുക്ക് വളരെ സുപരിചിതമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ആദ്യം നമ്മൾ അന്വേഷിക്കുന്ന രാജ്യവും നീതി, സ്വർഗരാജ്യവും സ്വർഗത്തിലെ നീതിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. സ്വർഗരാജ്യത്തിലെ നീതിയും ദൈവത്തെയും അന്വേഷിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കർത്താവ് നിറപടിയായിട്ട് ചെയ്യും. ഹല്ലേലൂയ. അതെങ്ങനെ അന്വേഷിക്കേണ്ടത്? ആവർത്തന പുസ്തകം 4-29 വായിച്ച് ആവർത്തനം 4:29. ഹല്ലേലൂയ. ഗ്ലോറി ഹല്ലേലൂയ. 4:29. ആ ആ എങ്കിലും അവിടെ വെച്ച് ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. അപ്പൊ കർത്താവിനെ കണ്ടെത്തുന്നത് എന്ത് ചെയ്യണമെന്ന്? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കർത്താവ് അന്വേഷിക്കുന്ന കാലത്തുണ്ട്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ആരാധിക്കുന്നതിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അപ്പൊ നമ്മൾ ആരാധന കാണുമ്പോൾ അറിയാം നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്ന എത്ര മാത്രമാണ്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കർത്താവിനെ പിൻപറ്റിയത് അന്വേഷിച്ചവന്റെ ആരാധന കാണുമ്പോൾ അറിയാം അവരെ കർത്താവിനെ പിൻപറ്റുന്നവരാണോ കർത്താവിനെ അന്വേഷിക്കുന്നത്. ഇന്ന് വാഗ്ദാനം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടു. ഒരപ്പനൊരു മകനോട് പറഞ്ഞു, രാവിലെ പറഞ്ഞാൽ നീ പോയി മാർക്കറ്റിൽ ചെറിയ സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അത് പോയില്ല, വാങ്ങിച്ചു. സന്ധ്യ ആയപ്പോൾ അപ്പൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, ഇന്ന് പകൽ എന്നോട് പിന്നൊന്നും പറഞ്ഞില്ലല്ലോ.
ഒന്ന് ഇത് അറിയുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം പറഞ്ഞു നേരം വെളുത്തേക്ക് എഴുന്നേറ്റപ്പോൾ നിന്നോട് കാര്യം പറഞ്ഞു ഞാൻ ചെയ്തില്ല എന്നുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി നമ്മൾ ദൈവം നമ്മൾ ഇടപെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അപ്പന്മാരും മക്കളോട് അങ്ങനെ ആണെങ്കിൽ സ്വർഗപിതാവ് നമ്മളോട് അങ്ങനെ തന്നെ. നമ്മളോട് ഒരു കാര്യം പറയാൻ ശരിയായ സമയം നമ്മൾ വിസമ്മതിച്ചാൽ ദൈവം എന്ത് ചെയ്തില്ല പിന്നെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നില്ല. പലക്കാലം നമ്മൾ വളരെ കുറിക്കൊള്ളണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാൻ സാധ്യമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതൊക്കെ കേൾക്കുന്ന ശിക്ഷാവിധി കാരണമായിരിക്കും. അപ്പോഴേ ഇവിടെ കർത്താവിനെ അന്വേഷിക്കുന്നവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നും പറയുന്നില്ല. അതിൽ 27 സംഘത്തെ 27 പറയുന്നുണ്ട് അവന്റെ മുഖം അന്വേഷിക്കണം. കർത്താവിന്റെ മുഖം അന്വേഷിച്ചാൽ എന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ 63 സെന്റിന്റെ 1-ാം വാക്യം എന്താ? 63:1 അധികാരത്തെ ദൈവത്തെ നീ അന്വേഷിക്കുക. ഹല്ലേലൂയ. അധികാരത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം. കൊലോസ്യർ 3:1 വായിച്ചേ. കൊലോസ്യർ 3:1. കൊലോസ്യർ 3:1. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു ചിന്തിക്കേണ്ടത്? കൊലോസ്യർ പറഞ്ഞത് എന്താ? 3:1 ക്രിസ്തുവിനോട് ഉയർത്തിയിരിക്കുന്നുവെങ്കിൽ അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് എവിടുത്തെയാ? അപ്പോൾ ദൈവമെന്ന ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരുമ്പോൾ നമ്മൾ എവിടുത്തെ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഒരുപാട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാറൊക്കെ താന്നെങ്കിൽ, ഒരു നല്ല വീട് താന്നെങ്കിൽ, ഒരു നല്ല ആഹാരം കിട്ടിയാൽ അതൊക്കെ മുമ്പിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ കർത്താവിനെ അധികം സ്തുതിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ അല്ലെ കൊലോസ്യർ പറയുകയാണ്. എന്താ പറഞ്ഞത്? ആയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായി ഉയർത്തിലുള്ളത് ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. നമ്മുടെ ചിന്തയും വർത്തമാനമൊക്കെ എവിടെയായിരിക്കും? എപ്പോഴും ക്രിസ്തുവിലായിരിക്കും. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ അധ്വാനവും ഒക്കെ എന്തിനു വേണ്ടിയായിരിക്കും? സ്വർഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് എന്ത് ചെയ്യാവുന്നുള്ളൂ? ദൈവത്തിൽ മുന്നേറാൻ കഴിയുന്നുള്ളൂ. എബ്രായർ 13:14 പറയുന്നത് അവരൊരു നഗരത്തെ പറ്റി കാത്തിരുന്നു. അത് എബ്രായർ 13:14 അവർ ഏറ്റവും ശ്രേഷ്ഠമായ നഗരത്തെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അബ്രഹാം ഒരു നല്ല പട്ടണത്തെ കാത്തിരുന്നു. 13:14 പറയുന്നത് വായിച്ച 13:14 എബ്രായർ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഈ കൊറോണ വന്ന സമയത്ത് ആൾക്കാരെ എങ്ങനെയായിരുന്നു? ബന്ധുക്കളെ കാണാൻ വീട്ടിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല. പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയത് നമുക്ക് എന്തായാലും ഉണ്ടെന്നുള്ളതിന് പറയാമല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ട് പോലും നമുക്കുള്ള പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ നമുക്കുള്ള വസ്തുവകകളിലോ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ നമ്മളെ കഴിഞ്ഞ് ഇതൊക്കെ കാണിക്കുന്ന ദൈവങ്ങളെ കാണിക്കുന്നതല്ലോ. നമ്മൾ ലോകമുള്ള സകലങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കോവിഡൊക്കെ ബാധിച്ച് കൊണ്ടുപോകുമ്പോൾ അവരെ ആംബുലൻസ് പറഞ്ഞ് കേൾക്കുന്ന പോകുമ്പോൾ പിന്നെ അന്തരം കണ്ടത് പിന്നെ കാണാൻ എത്ര ഉണ്ടെന്ന് ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ 2000 നോട്ട് അവരെന്ത് ചെയ്തു? ആഹാരം തിന്നാനില്ല, കിട്ടാനില്ല എന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? നോട്ട് ചുരുട്ടി വെട്ട് വായി വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ കണ്ടു. ഞാൻ പറഞ്ഞത് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അതിനെ ആശ്രയിക്കാനില്ല. കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അവിടെ ഞാൻ പഠനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മൾ ഒന്നിനെ കുറിച്ച് വ്യാപനപ്പെടുന്ന ദൈവത്തെ അന്വേഷിച്ച് ദൈവപ്രകാരം പോകുന്നവന് സകലവും നന്മയ്ക്കായി കൊണ്ടാൽ കൂടി കൽപ്പിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ഒന്നുകൊണ്ട് മാറേണ്ട കാര്യം അവൻ സകലവും നന്മയ്ക്കായി കൊണ്ടാൽ നമ്മൾ കർത്താവ് ഒരു പക്ഷേ 1-2 ദിവസം താമസിച്ചിരിക്കാം, അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നമ്മൾ കടന്നുപോയിരിക്കാം. സാരമില്ല, അതിൻ്റെയൊക്കെ പര്യവസാനം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവന്റെ ഇതെല്ലാം
പറഞ്ഞിട്ട് പറയുക യഹോവ ആർക്ക് സങ്കേതമാണ്? യഹോവയെ അന്വേഷിക്കുന്ന സങ്കേതമാണ്. പക്ഷേ അതിന് താഴത്തെ വാക്യം പറയുകയാണ്, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ യഹോവ തന്നെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ യഹോവ തന്റെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ തന്നെ നമ്മുടെ സ്ഥിതി മാറ്റാൻ ഒക്കത്തില്ല. ഒരു ദൈവമൈതൽ യഥാർത്ഥമായി ദൈവമേ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ സഹായം വരുന്നില്ല. പല വ്യാഖ്യ നമ്മളത് പാടുന്നു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനമാണ് നമ്മളെ ദൈവമേ നിർത്താൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നിർത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ദൈവത്തെ ചെയ്യണം. അന്വേഷിക്കുന്നവരും ദൈവത്തോട് ഉച്ചാരണം നടത്തുന്നവരുമായിരിക്കും. ഇവിടെ പറയുകയാണ് യഹോവ തന്നെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും. അപ്പൊ സന്തോഷമാണ് ഉണ്ടാകാൻ എന്ത് ചെയ്യണം? യഹോവ നമ്മിൽ പ്രസാദിക്കണം. നമ്മിൽ പ്രസാദിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെയായിരിക്കും. ഈ ലോകത്തുള്ള വസ്തുവകളോ കാര്യങ്ങളോ ഡിഗ്രിയോ ആരോഗ്യമോ ഒന്നും നമുക്ക് വിലമതിക്കാവുന്നതല്ല. കോവിഡ് വന്നപ്പോൾ ചെറുപ്പക്കാരാ പോയത് വളരെ ആൾക്കാർ ആരോഗ്യമുള്ളത്. ഇപ്പോഴും 10, 80, 100 വയസ്സുള്ളവരൊക്കെ സുഖമായി വീട്ടിൽ പോയി. പക്ഷെ ചെറുപ്പക്കാർ പലരും പോയി. അപ്പൊ ആരോഗ്യത്തിൽ പ്രശംസിക്കാനില്ല. ഇന്ന് മഴക്കാലം നമുക്ക് ദൈവങ്ങൾ നമ്മൾ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് നിന്നെ ചെയ്യാം. കർത്താവിനെ അന്വേഷിക്കാൻ ചെയ്യും. അവരെ അന്വേഷിക്കുന്നത് നമുക്കറിയാം. സക്കായുടെ കാര്യം അറിയാം. ഒന്ന് കാണാനേ അവൻ ആഗ്രഹിച്ചുള്ളൂ. കർത്താവ് എങ്ങനെയുള്ളവരെന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ സംഭവിച്ചെന്താ? അവനെ താഴെ ഇറക്കി അവനെ വീട്ടിൽ ചെന്നത് മാത്രമല്ല, അവൻ നിത്യരാജ്യത്തിന്റെ അവകാശമാക്കാൻ കർത്താവ് വഴിയാക്കുന്നത്. ഇത് വായിക്കാൻ നമ്മൾ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? ഇത് വായിക്കാൻ ലോകത്തിലെ ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ലോകത്തിലെ എത്ര കിട്ടിയാലും ദൈവമക്കൾക്ക് തികയുന്നു. അത് ഞാൻ ഉൾപ്പെടെ പറയാം. ഒരു കോടി ആത്മാവാന്ന് പറഞ്ഞു untouchability is a crime against God and men. Untouchability എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും എതിരായിട്ടുള്ളൊരു പാപം, കുറ്റമാണ്. നമ്മളെല്ലാം ഞാൻ സമയം ഇപ്പൊ അന്ത്യകാലത്തെ ദുർഘട സമയത്ത് നമ്മൾ വന്നിരിക്കുക. വരുമോ അവന്? വരും, തീർച്ചയായും വരും. ലോകത്തിലെ നമ്മളെക്കാട്ടിൽ അറിവുള്ള ആളുകൾ പറയുന്നത് 2 വർഷം കൂടെ ഇത് തുടരുമെന്നാണ്. ഇത് നല്ലതാണ്. നമുക്ക് ക്ലാസ് ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കാതിരിക്കരുത്. ശ്രദ്ധിക്കുന്നത് ഉള്ളവർക്ക് ഉചിതമാണ്. ഈ കഷ്ടകാലം മാറും, ഒരു ശുഭകാലം. ദൈവമേ, പണ്ടേ പോലെ ഒരു നല്ല കാലം. അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും വന്ന് കാണുവാൻ ദൈവം ഇടയാക്കി. മരണത്താൽ മാറ്റപ്പെടാമായിരുന്നു. അതുപോലൊരു മഹാവ്യാധിയാണ് പടർന്ന് പിടിച്ചിരിക്കുന്നത്. എങ്കിലും ഇതിനും ഒരു ശമനം വരും. ലോകത്തിലെ ഏറ്റവും കുറച്ച് ആളുകൾ മരിച്ചത് ദൈവമക്കളുടെ ഇടയിലാണ്. ആളുകളൊക്കെ മരിച്ചു. 2 കോടിയോളം ആളുകൾ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്നു. ദൈവം നമ്മളെ കാത്തിട്ടില്ല. പിന്നീട് രോഗിയായി ഭാരപ്പെട്ടു. ഞാനോ ദൈവം എന്നെ രക്ഷിച്ചു. അവിടെ ആ ദൈവത്തിന് മഹത്വമുണ്ട്. അതേ നമുക്ക് പറയാനുള്ളൂ. അന്ത്യകാലം, ഒരു ശുഭകാലം വരും, വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയോട് നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥിച്ച ദേവദാസൻ കുടുംബത്തിനും ദൈവദാസന്മാർക്കും സഭയിലുള്ള എല്ലാ സഹോദരന്മാർക്കും അംഗങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം വീണ്ടും നന്ദി പറയുന്നു. തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ നമുക്ക് പാട്ടുപാടി ക്ഷണിക്കാം. അർപ്പിക്കുക, ദശാംശങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് പ്രാർത്ഥന വിഷയങ്ങൾ Maria,
കർത്താവിനെ സ്തുതിക്കാം. സമയത്തിന് പരിമിതി കൂടെ പറയുന്നില്ല. ഇന്ന് പകൽക്കാലത്തെ നമുക്ക് അല്പസമയം കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തെ ചിന്തിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കട്ടെ. നാം എല്ലാവരും ദൈവസ്ഥരായിരിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയാണ് നയിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചതിന്റെ പ്രധാന ഉദ്ദേശം അത് അറിഞ്ഞിട്ട് അറിയാതെ പോകാനല്ല, പുത്രനിൽ വിശ്വസിക്കുക എന്നൊരു കടപ്പാട്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഫെയ്ത്ത്, വിശ്വാസം എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം ഭവനത്തിൽ ജീവിക്കുന്നത്, ഇന്ന് പകലിവിടെ വരുന്നത് എന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ 7 വിശ്വാസ പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ട്. നിരവധി വിശ്വാസ പ്രഖ്യാപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞ ദിവസം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11:40 വാക്യം നമുക്ക് വളരെ സുപരിതമായ വാക്യമാണ്. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് സ്പീഡിൽ പോകുന്നത്. ഒരാൾക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11:40 വാക്യം: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? നമുക്കറിയാം, കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞൊരു ഭാഗമാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ നാടുകളിലും താൻ പോയ സ്ഥലത്തിലും അത്ഭുതങ്ങളെ ആരംഭത്തിലൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. എല്ലാത്തിനെയും അടിസ്ഥാനം വിശ്വാസമായിരുന്നു. തന്നെ കാണുന്നവരും തന്നെ സംസാരിക്കുന്നവരും തന്നോട് ഇടപെടുന്നവരെല്ലാവരും വിശ്വാസം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഞാനിവിടെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്, പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ സൗജന്യമായി കിട്ടുന്നതാണ് രക്ഷ. പക്ഷേ വിശ്വസിക്കണമെന്നൊരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വിശ്വസിക്കുക, അത് വ്യക്തിപരമായി ചെയ്യുന്ന കടപ്പാട്. എനിക്ക് വേണ്ടി പാസ്റ്റർമാർ വിശ്വസിച്ചാൽ ശരിയാകത്തില്ല. എനിക്ക് വേണ്ടി ഭാര്യ വിശ്വസിച്ചാൽ, കുഞ്ഞുങ്ങൾ വിശ്വസിച്ചാൽ ആ കാര്യം പൂർത്തീകരിക്കപ്പെടില്ല. എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ പോരാ, ഒരു വചനം കേൾക്കുമ്പോഴാണെങ്കിലും ആ വചനത്തിൽ വിശ്വാസം എന്നവരായിത്തീരണം. യേശു കർത്താവ് ആരോട് സംസാരിച്ചില്ല. മാർത്തയോടും മറിയോടും അല്ലെങ്കിൽ ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. യേശു പറയുകയാണ്, ജീർണിച്ചതായിരിക്കാം, പഴകിയതായിരിക്കാം, വേരറ്റുപോയതായിരിക്കാം, മണ്ണിൽ കെട്ടുപോയതായിരിക്കാം, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്തതായിരിക്കാം. പക്ഷേ നിന്നോട് ഞാൻ പറയുന്നു, നീ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. നീ വിശ്വസിക്കാത്തപ്പോഴുള്ള കാലം നീ അവിശ്വാസിയായി നടന്നാൽ വിശ്വാസത്തിന്റെ കണിക നിന്റെ ഹൃദയത്തിന്റെ അടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്ര പ്രസംഗം കേട്ടാലും വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രമാണ്. 100 വർഷം ആരാധനയ്ക്ക് കൂടിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ദൈവനാമത്തിൽ കൊടുത്തെന്ന് പറഞ്ഞാലും, ദൈവദാസന്മാരെ ആദരിക്കുന്നുണ്ടായിരിക്കാം, നല്ല മനസ്സുണ്ടായിരിക്കാം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം, ചാരിറ്റി വർക്ക് നടത്തുന്നുണ്ടായിരിക്കാം, കൺമിഷൻ ചിലപ്പോൾ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ഒരൊറ്റ പ്രഖ്യാപനം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുകയാണ്: വിശ്വസിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ദൈവത്തെ കാണാൻ പറ്റും. ഈ കോവിഡിന്റെ സമയത്തും ദൈവങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചുരുങ്ങിയ സമയങ്ങളാണ് ആരാധനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരിമിതികളുമുണ്ട്. പക്ഷേ നമ്മുടെ ഭൗതിക ജോലികളൊക്കെ ചെയ്യുമ്പോഴും തിരക്കിട്ട യാത്രയും ഒക്കെ സമയമെടുക്കുമ്പോൾ, അല്പസമയം ദൈവസന്നിധിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ വന്നു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം ഏറ്റെടുത്തുകൊണ്ട്, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം ദർശിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് വേണ്ടി ഒരാൾ പകരക്കാരനാകാൻ കഴിയത്തില്ല. എനിക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോട് ചെയ്യുന്ന ദൈവമുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോടെ യാത്ര ചെയ്യുമ്പോൾ ആ ദൈവമഹത്വം ദർശിപ്പാൻ കഴിയും. സമയം മുമ്പോട്ട് പോകുന്നു. രണ്ടാമത്തെ പ്രഖ്യാപനം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാളോട് വായിച്ചേ. ഉൽപ്പത്തി 22-ാം അധ്യായം 8-ാമത്തെ വാക്യം: ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. വിശ്വാസ പ്രഖ്യാപനം. എനിക്ക് വേണ്ടി എന്റെ ദൈവം കരുതിക്കൊള്ളും. എനിക്ക് വേണ്ടി എന്റെ ദൈവം നിർവഹിച്ചുകൊള്ളും. എനിക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്തുകൊള്ളും. തന്റെ ഏകജാതനായ പുത്രൻ
പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് അയച്ചത് ആ രക്ഷ പ്രാപിപ്പാൻ വേണ്ടിയാണ്. ഇവിടെ ആരും നമുക്ക് വേണ്ടി കരുതാതിരുന്നപ്പോൾ, ഇവിടെ ആരും നമ്മളെ പാപത്തിൽ നിന്ന് വിടിവിക്കാതിരുന്നപ്പോൾ, ഇവിടെ ആരും നമ്മളെ ശാപത്തിന്റെ കെട്ടിൽ നിന്നും പൊട്ടിച്ചു വിടാതിരുന്നപ്പോൾ ദൈവപുത്രനെ ലോകത്തിലേക്ക് കർത്താവ് അയച്ചു. എന്താ? എന്റെ രക്ഷയ്ക്ക് വേണ്ടി. തീർച്ചയായും ആ കർത്താവ് നിത്യതയിൽ കൊണ്ടെത്തിക്കാനുള്ള നമ്മളെ കുറിച്ച് ഉത്തരവാദിത്തം ഉള്ളപ്പോൾ തന്നെ അബ്രഹാമിനെ നോക്കിക്കേ. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം ചുവടുകൾ വിശ്വാസത്തോടെ എടുത്തു വെച്ചു. മകനെ ഏകയാതനെ യാഗിക്കാൻ പോകുകയാണ്. പ്രതീക്ഷയൊന്നുമില്ല. പകരം യാഗത്തിനുള്ള ഒരു കാര്യവും കണ്ടില്ല. എന്താ ചെയ്തത്? നഷ്ടപ്പെട്ട മകനെയുമായി തിരിച്ചു വരാനുള്ള കാര്യമാണോ ഇനി ദൈവം നടത്താനിരിക്കുന്നത്? മനസ്സ് വിഷമിക്കുന്ന അനുഭവത്തോടെ വരാനാണോ മുൻപോട്ട് എന്നെ ആക്കിയിരിക്കുന്നത്? ഞാൻ ഈ ഭാഗം പല സമയത്ത് ഈ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് വിശ്വാസം പ്രാപിച്ച, ദൈവത്തിന്റെ ശബ്ദം കേട്ട അബ്രഹാം, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ ദാസൻ പറയാണ്, യഹോവ എനിക്ക് വേണ്ടി കരുതിക്കൊള്ളു. ഇന്ന് പകൽ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, എനിക്ക് വേണ്ടി വണ്ടി കരുതും, കൊച്ചിന്റെ കല്യാണം നടക്കും, എന്റെ വീടിന്റെ കാര്യം നടക്കുന്നതൊക്കെ കരുതുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പ്രത്യാശയുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ദൈവം എന്നെ നടത്തും. എന്റെ കർത്താവ് വ്യക്തിയുടെ തുറമുഖത്ത് എത്തിക്കും. എന്റെ ജീവിതത്തിന്റെ എൻഡിങ് വരെ, അവസാനം വരെ എന്റെ കർത്താവിനെ കരം പിടിച്ച് നടത്താൻ വിശ്വസ്തനാണ്. അല്ല, ഞാൻ പേടിച്ച്, ഞാൻ തീർന്നു, ഞാൻ ഇനി ഇല്ലാതായി പോയി എന്നുള്ള മനോഭാവത്തോടാണോ വന്നിരിക്കുന്നത്? പലതിനെ വീട്ടും പിരിഞ്ഞുമൊക്കെ യാത്ര ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലൂടെ ഊർജമായ ഒരു സന്ദേശം നൽകുകയാണ്. എന്റെ കർത്താവിനെ കരം പിടിച്ച് നടത്തും. എന്നോടൊപ്പം ആരുമില്ലെങ്കിലും, എന്റെ നാട്ടുകാരോ വീട്ടുകാരോ രക്തബന്ധനോ എന്നോടൊപ്പം ഇല്ലെങ്കിലും, വിശുദ്ധ പ്രമാണത്തിന് അധിഷ്ഠിതമായി ഞാൻ ജീവിക്കാൻ തയ്യാറായ, എന്നെ വേണ്ടി കരുതുന്ന, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അതോ ക്ഷീണിച്ചിരിക്കുകയാണോ? അതോ മനസ്സിന് പ്രായം കൂടിയോ? ശരീരത്തിന് ക്ഷീണം തട്ടുന്നത് പോലെ, തൊക്കുകൾ ചുരുങ്ങി പോകുന്നത് പോലെ, തലയിൽ നരകൾ ബാധിക്കുന്നത് പോലെ, രക്തകമലികളുടെ ഓട്ടം ഒക്കെ കുറയുന്നപ്പോൾ ക്ഷീണം തട്ടുന്നത് പോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി ഇരിക്കുകയോ ആരാധന വന്നിരിക്കുമ്പോ നിങ്ങൾ പരിശുദ്ധാത്മ പറയുകയാണ്, ഒരു ഉണർവ് ആവശ്യമാണ്, ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണ്. കർത്താവിനോട് തുറന്നു പറയുന്നത്, എന്റെ യഹോവ എനിക്ക് വേണ്ടി കരുതിക്കൊള്ളു. ഓ, ഭയങ്കര വിശ്വാസമാണ്. നമ്മുടെ 63 സംഘത്തിലാണ് ദൈവമേ നീ എന്റെ ദൈവം. മുമ്പേ അന്വേഷിക്കുന്നതിനെ കുറിച്ച് ദൈവദാസനോട് പറഞ്ഞല്ലോ. ദൈവമേ നീ എന്റെ ദൈവമാണ്. ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ഒരു ശുഭകാലം, ഒരു സംതൃപ്തിയുടെ കാലം യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ചൂടുകൾ വെക്കുമ്പോൾ, പ്രതിസന്ധികളാണെങ്കിലും പ്രതീക്ഷയോടെ യാത്ര ചെയ്യാൻ കഴിയാറുണ്ട്. കഷ്ടത ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വേദനകൾ വരത്തില്ലെന്ന് പറഞ്ഞില്ല, ബുദ്ധിമുട്ടിൽ കൂടെ യാത്ര ചെയ്തെന്ന് പറയുന്നില്ല. നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അബ്രഹാം ക്ഷീണിച്ചു പോയില്ല. അബ്രഹാം ദൈവത്തിന് ഹൃദയം പറയും, എനിക്ക് വേണ്ടി യഹോവ ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ഇത് പറയുമ്പോൾ അത് പൂർണ്ണതയുള്ളതായിരുന്നു. ദൈവം നോക്കിയിട്ട ആ ദൈവ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസം അതവിടെ പ്രഖ്യാപനമായിട്ട് വരുന്നത്. ആ പ്രതീക്ഷ തന്നെ മങ്ങിയില്ല, ആ പ്രതീക്ഷ അറ്റുപോയില്ല. ദൈവം കരുതി. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? 3ാമത്തെ വിശ്വാസ പ്രഖ്യാപനം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14:13, 14-ന്റെ 13-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാസനായ മോശ പറയുന്ന വിശ്വാസ പ്രഖ്യാപന. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള ഇസ്രായേലിനെ ഇനി ഒരു നാൾ എറിയത്തില്ല. വന്നില്ല, രക്ഷ വന്നില്ല, കണ്ടില്ല, സംഭവം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി. ഭൂതകാലത്തെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, വർത്തമാനകാലത്തേക്ക് പറയാം, പാസ്റ്റും പ്രസന്റും ഒക്കെ പറയാൻ പറ്റും. പക്ഷെ ഭാവിയെ കുറിച്ച് എല്ലാം പറയാൻ പറ്റുന്നത് അതിന് നമ്മൾ പ്രവാചകന് മുമ്പിൽ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും പാസ്റ്റർമാർ പറയാം. പക്ഷെ വ്യക്തിപരമായി മോശം അറിയുക, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ പറയരുത്, നിങ്ങൾ അതറിയപ്പെട്ടു പോകരുത്, നിങ്ങൾ അടിമറിയരുത്. നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസ പ്രമാണങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച ഭരണത്തിലെ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം. കൊറോണ പീരീഡിലും കോവിഡിന്റെ കാലത്തും മരണങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോഴും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കപ്പെട്ടു പോകുമ്പോഴും
ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ചെയ്യുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ദൈവസന്നിധിക്ക് ദൈവത്തോട് എനിക്ക് പറയാനുള്ളത് എന്താ? ഉറച്ചു നിൽപ്പി, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41-ാമത്തെ വാക്യം. 1 Kings 18:41. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41-ാമത്തെ വാക്യം. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. നീ ഭക്ഷിച്ച് പാനം ചെയ്യുക. ഒരു വലിയ മഴയുടെ എന്തുണ്ട്? മുഴക്കമുണ്ട്. മഴ പെയ്തില്ല, മുഴക്കം കേട്ടില്ല, ഒരു കാര്യം ചെയ്തില്ല. പക്ഷെ ഒരു വലിയ മഴയുടെ മുഴക്കം, അതൊരു വിശ്വാസ പ്രഖ്യാപനം, ഒരു ഫെയ്ത്ത് പ്രൊക്ലാമേഷനാണ്. ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. എന്താ? ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ശബ്ദം കേട്ടിട്ടില്ല, കേൾക്കാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആർക്കും കേൾക്കാതെ പറയാൻ കഴിയത്തില്ല. തീർച്ചയായും അത് കേൾക്കാൻ പറയാതിരിക്കാൻ ചിലപ്പോൾ നമ്മളെ കാണാതെ ചിലപ്പോൾ ആർക്കും പറയാൻ കഴിയത്തില്ല. നമ്മളൊക്കെ കണ്ടിട്ട് പറയുന്നവരാണ്, നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കുന്നവരാണ്, നമ്മളൊക്കെ കണ്ടിട്ട് തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷേ ഏലിയാവ് ദൈവത്തിന്റെ അഭിഷേകനായി വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താ? ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. അതൊരു ശബ്ദം കേട്ടിട്ടല്ല, വിശ്വാസത്തിൽ തനിക്ക് പ്രാപിച്ച ആ ധൈര്യമാണ്, ആ പ്രക്രിയമാണ്. ഇന്നും ഞാൻ പറയട്ടെ, ആരും പറഞ്ഞോ COVID-19 കൊറോണ ഉണ്ടാകുന്ന 2019 ആരും പ്രവചിച്ചോ? ആരും കേട്ടോ? ഇത്രമാത്രം ശാസ്ത്രം പുരോഗമിച്ച ലോകത്താണ് നമ്മളായിരിക്കുന്നത്. ഇത്രമാത്രം ഉയർച്ച കിട്ടിയ ലോകത്താണ് നമ്മളായിരിക്കുന്നത്. ഇവിടെല്ലാം നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിതൊന്നും കേട്ടില്ല. മാർച്ച് മാസം 8-ാം തീയതി ഹോളുകൾ പൂട്ടി, ലോക്ക്ഡൌൺ ആയി. നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അറിയിച്ച നിർദ്ദേശങ്ങൾ, ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടു. മതത്തിനും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ഹോളുകൾ തുറന്നു. അത്രയും ദിവസം നമ്മൾ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ട് വീട്ടിനകത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. എന്താ? ഗവൺമെന്റ് നമുക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ പരിമിതികൾ വെച്ച് ആരാധന, ഗവൺമെന്റിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ട് ആരാധന നടത്താൻ കഴിയായി. എന്താ? ഇതൊന്നും പ്രവചിക്കപ്പെട്ടില്ലെന്ന് കണ്ടില്ല. പക്ഷേ ഇത് വരുന്നത് സർവശക്തനായ ദൈവത്തിന് എന്തായാലും നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിന്റെ നടുവിലും ഈ പ്രതിസന്ധി പെട്ടെന്ന് കുമ്മള പൊട്ടുമ്പോൾ അയ്യോ ഇതെന്താ എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. നമ്മൾ കണ്ടില്ലെങ്കിലും ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാനുള്ള ആത്മധൈര്യം, വിശ്വാസം, ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഇവിടെ ഏലിയാവ് പറയുകയാണ്, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. നീ എന്ന് ആ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷിച്ച് നീ പാനം ചെയ്യുക, നിരാശപ്പെട്ടിരിക്കാനല്ല. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആ മഴ മുഴക്കുകയല്ല, അത് പെയ്യുക തന്നെ ചെയ്യും. ഇന്ന് പകരം വിശ്വാസത്തോടെ ദൈവസന്നിധിക്ക് ദൈവമക്കളെ, ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും പ്രതിസന്ധി നേരിടും, ദൈവം നമ്മെ നടത്താൻ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ അഭിഷേകന്മാർ പറയുന്ന വാക്കുകൾ പദങ്ങൾ കേട്ട് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ ബലത്തിന്റെയും ധൈര്യത്തിന്റെയും ശക്തിയുടെയും ശബ്ദങ്ങളും മാറികളും നമുക്ക് അനുഭവിക്കാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ച് ഞാൻ പെട്ടെന്ന് വായിച്ചു നിർത്തുന്നു. 2 രാജാക്കന്മാർ 3:16-17 വാക്യങ്ങൾ. ഈ താഴ്വരയിൽ വെള്ളം ഇറങ്ങി വരും. വിശുദ്ധപ്രവാചകൻ പറയുകയാണ്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീഴും. പക്ഷെ കാറ്റും മഴയും കാണത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ കുഴി വെട്ടാൻ അത് വെട്ടുന്നറിയോ? പണ്ട് നോഹ പെട്ടെന്ന് പണിതുപോല, മഴയില്ല, കാറ്റില്ല, വെള്ളപ്പൊക്കമില്ല, മഴയുടെ ലക്ഷണമില്ല, പെട്ടെന്ന് അടിച്ചു കിട്ടുമ്പോ എല്ലാവരും പറയും തലയ്ക്ക് പറഞ്ഞത് ഫൂളിഷാണ് പറഞ്ഞത്, കിട്ടിയാതെ പറയുന്നത്. ദൈവമില്ലെന്ന് പറയുന്നവരെ മൂടെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു കാര്യം അടിച്ചു കൂട്ടുമ്പോൾ ലോകം മൊത്തം പറയും ഇത് വെറുതെയാണ്, ഇന്ന് നടക്കുന്ന പ്രസംഗം വെറുതെയാ, ഇന്ന് നടക്കുന്ന ആരാധന വെറുതെയാ, ഇതെല്ലാം വെറുതെയാണ്. പക്ഷെ ഒരു ലക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു പൊരുളായിട്ട് നടക്കാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ കർത്താവ് പറയുന്നത്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീഴും.
പ്രതീക്ഷയില്ലാതെ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മളെന്തെങ്കിലും പൈസ ഇല്ലാതെ വെച്ചുകൊണ്ട് കല്യാണം നടത്താനോ അല്ലെ വീട് വെക്കാനോ വല്ല പോകും. കൈ 1 രൂപ പോലും ഇല്ല. വിശ്വാസത്തോടെ പാസ് എടുത്തിട്ട് കണ്ടുവിട്ട് കട്ടളം വെച്ചാൽ തുടങ്ങും. ലോൺ കിട്ടുമോ? അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് കൈയൊന്നുമില്ല. എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുടക്കം കുറിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഭൗതിക കാര്യങ്ങൾ തുടക്കം കുറിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ നന്മ കൈയുണ്ടെങ്കിൽ തുടക്കം കുറിക്കുള്ളൂ. ഒരു കുഞ്ഞിനെ നേഴ്സിംഗ് വിടുക, ഡോക്ടറിന് വിടുക, 1 രൂപ പോലും ഇല്ല. കൊണ്ടുവന്ന് അഡ്മിഷൻ കൊണ്ട് ചേർത്ത് എന്നിട്ട് പറയും മോളെ ടാറ്റാന്ന് പറയും. പോരും ഇല്ല. അപ്പന്റെ അമ്മയുടെ കയ്യിൽ കുറച്ച് ഡിപ്പോസിറ്റ് കാണും, എന്നിട്ടാണ് കൊണ്ടുവിടുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് ശൂന്യതയുടെ നടുവില, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പറയുന്നത്. ഈ താഴ്വരയിൽ അങ്ങനെ കുഴികൾ വെട്ടുവീ, കാറ്റൊന്നും കാണത്തില്ല. അടുത്തത് 2 രാജാക്കന്മാർ 7-ന്റെ 1-2 വാക്യം, 6-ാമത്തെ പ്രഖ്യാപനം. 2 രാജാക്കന്മാർ 7-ാമത്തെ 1-2 വാക്യം. മഹാക്ഷാമത്തിൽ ദൈവഭക്തന്റെ വിശ്വാസ പ്രഖ്യാപനം. ദൈവപുരുഷന്റെ പരിശ്വാസത്തിന്റെ വാക്കുകൾ സ്വർഗം അംഗീകരിച്ചു. ഈ കാര്യങ്ങൾ നടക്കുമോ? ഞാൻ വിശദീകരിക്കുന്ന സമയം ഇവിടെ നിർത്തനോട് ഞാൻ അതുകൊണ്ട് സ്ക്രീനിൽ പറയുന്നത് എന്താ, നീ വിശ്വസിച്ചാൽ നിനക്ക് കാണാൻ പറ്റും, വിശ്വസിച്ചില്ലേ കാണാൻ കഴിയത്തില്ല. അവിടെ പറയുക മഹാക്ഷാമത്തിൽ ദൈവഭക്തന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം. ഈ പീരിയഡിൽ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഞാനൊരു ഭൗതിക കാര്യം മാത്രമല്ല, ദൈവത്തിനുള്ള സ്ഥാനം കൊടുക്കുക, ദൈവവചനത്തിനുള്ള സ്ഥാനം കൊടുക്കുക, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. സ്വർഗ്ഗത്തിലും ഭൂമിക്കും അധിപനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും അപ്പ പിതാവെ എന്ന് വിളിക്കാനുള്ള അവകാശം നൽകിയ അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. വിശുദ്ധ പകൽക്കാലം കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ദാനമായി നൽകി അങ്ങയുടെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ സഭയായ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, കുടുംബത്തോടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ ഇവിടുത്തെ ശുശ്രൂഷ ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ, ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാകണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ കുടുംബങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അവർ ചെറുതും വലുതും ആവശ്യമേലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യ പരിപാലനം ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, പ്രായത്തിലും കർത്താവ് ബലഹീനരുമായിരിക്കുന്നവരുണ്ട് കർത്താവെ, സ്വർഗീയ ബലത്താൽ ശക്തീകരിക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, മടങ്ങി പോകുമ്പോൾ ഇരട്ടി ബലത്തോടെ കടന്നു പോകുവാൻ ഇടയാക്കുമാറാകണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദേവദാസന്മാരുടെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിശ്വാസത്തോടെ ഓരോ ദിവസം മുന്നേറി ജീവിക്കാൻ കൃപ നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി